ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള യേശു ലേവിയെ വിളിക്കുന്നതും ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം ഭക്ഷിക്കുന്നതുമാണ്. സമൂഹത്തിലെ പാപികളും അധകൃതരുമായ വിഭാഗം ആദിമസഭയിൽ അംഗത്വം സ്വീകരിച്ചതിനെ സാധൂകരിക്കുന്ന വചനഭാഗമാണിത്. ചുങ്കക്കാരനായ ലേവിയെ യേശു തൻ്റെ ശിഷ്യനായി സ്വീകരിക്കുന്നു. യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള തൻ്റെ അധികാരം വ്യക്തമാക്കുന്നു. തുടർന്ന് യേശു പാപികളെ തേടി ഇറങ്ങുന്ന ചിത്രമാണ് ലേവിയെ വിളിക്കുന്ന സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. യഹൂദരുടെ ദേശത്ത് അധിനിവേശം നടത്തി അവരെ ചൂഷണം ചെയ്തിരുന്ന റോമാക്കാരെ യഹൂദർ വെറുത്തിരുന്നു. അവർക്ക് വേണ്ടി കരം പിരിച്ച് നൽകിയിരുന്നവർ എന്ന നിലയിൽ ചുങ്കക്കാരെയും യഹൂദർ ഏറെ വെറുത്തിരുന്നു. ചുങ്കക്കാർ തങ്ങളുടെ അധികാരികൾക്ക് നിശ്ചിത തുക നൽകുകയും അതിലേറെ തുക കരമായി ഈടാക്കുകയും ചെയ്തിരുന്നു. കള്ളന്മാർ, കൊള്ളക്കാർ, കൊലപാതകൾ എന്നിവരുടെ ഗണത്തിലാണ് ചുങ്കക്കാരെ മിഷ്ന എന്ന യഹൂദ ഗ്രന്ഥത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. പുതിയ നിയമം ചുങ്കക്കാരെ പാപികളോടും വിജാതിയരോടുമാണ് തുലനം ചെയ്തിരിക്കുന്നത്. ഗലീലി റോമിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൽ അല്ലായിരുന്നതിനാൽ റോമൻ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്ന ഹെറോദസ് അന്തിപ്പാസിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു ലേവി. ചുങ്കക്കാരനായ ലേവിയെ യേശു വിളിച്ച ശിഷ്യനാക്കുന്നു. വിളി ഒരു വിരുന്നാണ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനുള്ള വിരുന്ന്. അവിടെ സുവിശേഷം വിരുന്നായി മാറണം. ലേവി യേശുവിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി അവിടുത്തെ അനുഗമിച്ചു. വചനത്തിൽ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മീൻപിടുത്തം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച ആദ്യ ശിഷ്യന്മാർക്ക് തിരികെ ചെന്ന് മീൻപിടുത്തം പുനരാരംഭിക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ചുങ്കം പിരിവ് ഒരിക്കൽ ഉപേക്ഷിച്ചാൽ അത് ലേവിക്ക് തിരികെ കിട്ടുകയില്ല. ആ നിലയ്ക്ക് ലേവിയുടെ തീരുമാനം ധീരമായിരുന്നു. യേശുവിൻ്റെ വിളിയും അധികാരപൂർണമായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അനുഗമിക്കുക എന്നത് പാദങ്ങളുടെ പ്രവൃത്തി എന്നതിനേക്കാൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്. ഒരു ജീവിത രീതിയാണ്, ജീവിത ശൈലിയാണ്. വാക്കുകളാലുള്ള ദൈവത്തിൻ്റെ വിളി ഒരു ആന്തരിക പ്രചോദനമായി മാറണം. വിളിച്ചവൻ എന്നും വിശ്വസ്തനാണ്. യേശു ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നു. ഗ്രീക്കിൽ കത്തക്കൈസായി എന്ന ക്രിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് യഹൂദ പാരമ്പര്യമനുസരിച്ച് വിശേഷ ദിവസങ്ങളിലോ വിശേഷമായി ചില അതിഥികളെ ബഹുമാനിക്കുവാൻ വേണ്ടിയോ ഒരുക്കുന്ന വിരുന്നാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് അക്കാലത്ത് പാലസ്തീനായിൽ വളരെ പ്രാബല്യത്തിലിരുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ ഭക്ഷണമേശയിൽ ഒരുമിച്ചിരിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിൽ ഉറച്ച സൗഹൃദത്തോടെ ഒറ്റക്കെട്ടായി മുന്നേറുവാനുള്ള ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമാണ്. ചുങ്കക്കാരനായ ലേവിയോടൊപ്പം യേശു ഭക്ഷണത്തിനിരിക്കുന്നത് അവൻ്റെ കറ പിടിച്ച ജീവിതം യേശു കഴുകിക്കളഞ്ഞതിൻ്റെ അടയാളമാണ്. യേശുവിൻ്റെ ഈ സമീപനം വിമർശനങ്ങൾക്ക് കാരണമാകുന്നു. അവർ ചോദിച്ചു, ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? യേശു പ്രത്യുത്തരിക്കുന്നു, ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇതൊരു പഴഞ്ചൊല്ലാണ്. യേശുവിൻ്റെ ദൗത്യം ഒരു ഭിഷഗ്വരൻ്റെ ദൗത്യത്തിന് സമാന്തരമാണെന്ന് വ്യക്തമാക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുക, പാപികൾക്ക് മോചനം നൽകുക, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരുമായി വിരുന്ന് പങ്കിടുക മുതലായവ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. യേശു ഒരു ഭിഷഗ്വരനായി, അതായത് സാമൂഹിക, ശാരീരികവുമായ ആത്മീയവുമായ ഭിഷഗ്വരനായി യേശു പ്രവർത്തിക്കുന്നു. നീതിമാന്മാരെ വിളിക്കാനല്ല ഞാൻ വന്നത് എന്നത് തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് കരുതുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നീതിമാനായ ദൈവത്തെ ആവശ്യമില്ല. പാപികൾക്കാണ് പാപബന്ധനത്തിൽ നിന്നുള്ള മോചനം ആവശ്യമായിരിക്കുന്നത്. പാപികളെ മോചിപ്പിക്കുവാനും രക്ഷിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് വിളിക്കുവാനുമാണ് യേശു വന്നിരിക്കുന്നത്. യേശു വന്നത് ദൈവത്തിൻ്റെ രക്ഷയുടെ സന്ദേശം അറിയിക്കുവാനും എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുവാനുമാണ്. ലേവി വിളിക്കുന്ന ഈ സംഭവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തു വിജ്ഞാനീയമാണ്. ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നു. രോഗികളുടെ ഭിഷഗ്വരൻ, പാപികളെ രക്ഷയിലേക്ക് ആനയിക്കുന്നവൻ. ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ക്ഷണിക്കുന്നു.
രണ്ടാമതായി വേർതിരിവുകളെക്കാൾ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഹൃദയവിശാലത ഉണ്ടാകണം. മൂന്നാമതായി മറ്റുള്ളവരുടെ കുറവുകളിൽ സന്തോഷിക്കാതെ നന്മയിലേക്ക് അവരെ ആനയിക്കുവാൻ കഴിയണം. നാലാമതായി പാപത്തെ വെറുക്കുവാനും പാപികളെ സ്നേഹിക്കുവാനും കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.